അമ്പലത്തിൽ പോയിരുന്നു. നിങ്ങൾ വന്നില്ലല്ലോ. നിങ്ങൾ വന്നില്ലല്ലോ. ശ്രീകണ്ഠേശ്വരത്ത് തൊഴുവങ്കോടല്ല, ശ്രീകണ്ഠേശ്വരം. ശ്രീകണ്ഠേശ്വരത്താണ് പോയെന്ന്. അതല്ലേ വരില്ലെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചല്ലേ വരുന്നുണ്ടോ. ശരി, ആഹാരം തരാം. നിന്റെ കയ്യില് വള എനിക്ക് നിറയെ കറിയാണ് കേട്ടോ. കറിയില്ലാത്ത കളിയില്ല. ആദ്യം കറി വരത്തില്ല. ഇടയ്ക്ക് ഞാനൊരു മന്തി കൊടുത്ത് വീടിയിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് പീസ് കൊടുത്തില്ല, ചിക്കൻ കൊടുത്തില്ല, റൈസ് മാത്രം കൊടുത്തെന്ന്. ഈ ചിക്കൻ ആദ്യം വാരി കഴിച്ചാൽ ആരും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ നോക്കിയോ എന്താണ് ചെയ്യാനുള്ള പരിപാടി. ഒരു വട്ടം ഞാൻ ഫുഡ് കൊടുത്തപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ അതിൻ്റെ പീസ് എണ്ണാനായിട്ട് ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യം. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ അമ്മ പീസ് തിന്നുന്നതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമായിരുന്നു. പെട്ടെന്ന് കറി കഴിച്ച് തീർക്കുന്നുണ്ടോ. എന്ത് കൊടുത്താൽ ആദ്യം കറി ഫുള്ള് വഴിച്ച് നിൽക്കും. ഇതൊക്കെ ചോറാണെങ്കിലോ പലഹാരമാണെങ്കിലോ പച്ച പലഹാരം കഴിക്കും. വേണ്ടല്ലോ അല്ലേ. അന്ന് മന്തി കൊടുത്തപ്പോൾ ചിക്കൻ പീസ് ആദ്യം കഴിച്ചു. അത് ഞാൻ കേട്ടതിന് കണക്കും കഴിയില്ല. ഇവർ വേസ്റ്റ് വന്ന ചോറ് കൊണ്ട് കൊടുത്തോന്ന് വരെ ചോദിച്ചു. കുഴപ്പമില്ല, കറി തീർന്ന് ഇനി പൊറോട്ട ഒന്ന് തുടങ്ങിക്കോളും. ഞാൻ കൊവുത്ത് കറി ഒഴിച്ച് കൊടുത്തതേ കേട്ടോ. നിറച്ച് കറി വേണം. വരുന്നടാ പോണേ, കിടക്കാൻ പോണേ. എനിവേ എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണമാണ് കൊടുക്കുന്നതിൽ പോലും അത് തെറ്റില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാണ്. ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണം മറ്റുള്ളവർ കഴിക്കാറുണ്ട്. എന്നിരുന്ന് അമ്മയ്ക്ക് കൊടുത്തത് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി എന്നല്ല, അങ്ങനെയാണ് കൊടുക്കുന്നതിൽ പോലും അത് തെറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. കാത്തിരിക്കുന്നവർക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ അല്ലേ, അത് പിടിച്ചങ്ങ് കയറിക്കോളൂ.